കോൺഗ്രസിന്റെ പ്രൗഢമായ പൂർവ്വകാലവും സംഘടനാ ചരിത്രവും അടയാളപ്പെടുത്തുന്നതാണ് AICCയുടെ പുതിയ ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവൻ. അത്യാധുനിക സൗകര്യങ്ങളുള്ള പാർട്ടി ദേശീയ ആസ്ഥാനത്ത് കോൺഗ്രസ് പിന്നിട്ട നാൾ വഴികൾ ഓരോന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹി കോട്ട്ല മാർഗിലെ കോൺഗ്രസിന്റെ പുതിയ പാർട്ടി ആസ്ഥാനമാണിത്. ഇന്ദിരാഭവൻ 6 നിലകളിലായാണ് സജ്ജീകരണം. 225 കോടി രൂപയാണ് നിർമ്മാണ ചിലവ്. പാർട്ടി ആസ്ഥാനത്തിനുള്ളിലെ കാഴ്ചകൾ കൂടി ഇനി കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസിന്റെ പുതിയ പാർട്ടി ആസ്ഥാനത്തിലാണ്. 1-ാം നിലയാണിത്. ആ നിലയിലെ റിസപ്ഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് പുതിയ പാർട്ടി ആസ്ഥാനം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് അടുത്ത 5 നിലകളിലേക്ക് പോകുന്നതിനായി പ്രത്യേകം ലിഫ്റ്റ് അടക്കം ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ നിലയിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓർമ്മകൾ, നേതാക്കൾ, അവരുടെ ചരിത്രം എന്നിങ്ങനെ വിപുലമായിട്ടുള്ള കാഴ്ചകൾ കാണാം. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ കോൺഗ്രസിന്റെ പങ്ക്, ബ്രിട്ടീഷ് ആധിപത്യത്തിന് നേരെ നടത്തിയ സമരചരിത്രം, മഹാത്മാഗാന്ധിയും നെഹ്റുവും നയിച്ച പോരാട്ടങ്ങൾ, കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിൽ ചരിത്രമുറങ്ങുന്ന ഓർമ്മകൾ ഇങ്ങനെ ഫ്രെയിമിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിക്കൊപ്പമുള്ള കുഞ്ഞിന്ദിര, പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള നിർണായക നീക്കങ്ങൾ, തന്ത്രപ്രധാനമായ സന്ദർശനങ്ങൾ, അടിയന്തരാവസ്ഥയും ഇന്ദിരാഗാന്ധിയുടെ വിയോഗത്തിന്റെയും ഓർമ്മകൾ ഇന്ദിരാഭവന്റെ ചുവരുകളിലുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ പേരുകളും പുതിയ ഓഫീസിന്റെ ചുമരിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി മുതൽ മല്ലികാർജുൻ ഖാർഗെ വരെ പാർട്ടിയെ നയിച്ച അധ്യക്ഷന്മാർ, രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര, പഴയ ആസ്ഥാന മന്ദിരത്തിൽ മുൻ പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ ചിത്രങ്ങൾ കോൺഗ്രസ് ഒഴിവാക്കിയത് ബോധപൂർവമാണെന്ന് BJPയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി പുതിയ ആസ്ഥാന മന്ദിരത്തിൽ 4 ചിത്രങ്ങളാണുള്ളത്. പാർട്ടി ആസ്ഥാനത്തിലെ ലൈബ്രറിക്ക് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പേര് നൽകിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കൊടുവിൽ ബ്രിട്ടീഷ് ആധിപത്യം അവസാനിക്കുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അക്കാലത്തെ പത്രങ്ങളിൽ വന്ന വാർത്തകൾ 3-ാം നിലയുടെ ചുമരിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെയും പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധിയുടെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും ഓഫീസുകൾ 5-ാം നിലയിലാണ്. കോൺഫറൻസ് ഹാളുകൾ, ഗവേഷണ കേന്ദ്രം, പോഷക സംഘടനകൾക്കുള്ള ഓഫീസ് തുടങ്ങി 6 നിലകളിലും വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പുതിയ വിലാസത്തിലേക്ക് മാറിയതിനു പിന്നാലെ ഇനി പുതുചരിത്രം സൃഷ്ടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ മോഹൻ കുമാറിനൊപ്പം വിനീത VG 24.